കിട്ടിയ അവസരം അങ്ങനെ മുതലെടുത്തോണം. കാര്യം പിന്നെ അത് കിട്ടിയെന്ന് വരില്ല. ഈ കൊറിയയിലും ജപ്പാനിലൊക്കെ പോകണമെന്ന് പറയുന്നത് തന്നെ അവിടെ ചെന്ന് തേരാപ്പാറ നടന്ന് ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ ഇരിക്കുമ്പോ അവിടുത്തെ ഫുഡല്ലേ ഇവിടെ കൊണ്ടുവന്ന് അത് ലാഭമല്ലേ? ഇനി അതിന് ഞാൻ പോയില്ലെങ്കിൽ അത് മോശമല്ലേ? അങ്ങനെ സ്ഥലം പോലും മര്യാദയ്ക്ക് നോക്കിയില്ലും ചേട്ടനെ വിളിച്ച് കുറ്റിയും പറിച്ച് ഇറങ്ങിയിരുന്നു വൈകിട്ട്. ഇതൊരു ഏഷ്യൻ നൈറ്റ് മാർക്കറ്റ് ആണ്. പറയുമ്പോ നൈറ്റ് എന്നൊക്കെ പറഞ്ഞാലും ഉച്ച തൊട്ട് രാത്രി വരെ അതെല്ലാം അവിടെ തന്നെ ഉണ്ട്. ചൈനീസ്, ജാപ്പനീസ്, കൊറിയൻ, വിയറ്റ്നാമീസ്, ഫിലിപ്പീൻസ് തുടങ്ങി അങ്ങനെ എല്ലാ ഈസിലെയും ഫുഡ് അവിടെ കിട്ടും. അതിന്റെ ഇടയ്ക്കൂടെ അവിടെ ഒരു പുള്ളി ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് കൂടുതൽ ബബിൾസിന്റെ അടുത്തേക്ക് പറത്ത് വിടുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഓരോ കടയുടെ ഫ്രണ്ടിൽ പോയി വായുമ്പോൾ ഒറ്റ നിപ്പായിരുന്നു. എന്തോ അങ്ങനെ ഏതെടുക്കണം എന്നറിയാതെ കേഡ്രാമ കണ്ടുണ്ട് അവരതിൽ കഴിക്കുന്ന എല്ലാ ഫുഡും കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന എനിക്ക് ഇതൊരു ലോട്ടറി അടിച്ചൊരു സുഖവും സന്തോഷമായിരുന്നു. എന്നിട്ട് എക്സൈറ്റ്മെന്റ് താങ്ങാൻ പറ്റാതെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുത്തിരുന്ന് ലിസ്റ്റ് ഉണ്ടാക്കുക. എന്തിന്റെ? അവിടെ പോയി കഴിക്കേണ്ട സാധന സാമഗ്രികളുടെയൊക്കെ. എന്നാ അവിടെ ചെന്നപ്പോ ചങ്ക തകർന്നു പോകുന്ന പോലായിരുന്നു ആ വാർത്ത ഞാൻ കേട്ടത്. എന്ന് വെച്ചാൽ ഞാൻ വലിയ കാര്യത്തിൽ ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വന്ന സാധനങ്ങളൊന്നും ഇന്നില്ലാന്ന്. പിന്നിപ്പോ ഇല്ലാത്തത് ഉണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് അവിടെ കിട്ടുന്നത് കഴിച്ചു നോക്കിയിട്ട് വീട്ടിൽ പോകാൻ നോക്കാം. എന്നാൽ അവിടെ വെച്ച് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഹാരി പോട്ടറിന്റെ ഒരു ഷോപ്പ് കണ്ടത്. അവിടെ കുറെ വാൻസ് ഒക്കെ ഇരിക്കുന്നു. വാങ്ങാൻ എന്റെ കൈ അങ്ങ് തിരിക്കുമായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ വന്നാൽ അതിൽ ഫോക്കസ് ചെയ്യണം. അല്ലാതെ അതും നോക്കി നിൽക്കരുത്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടാണ് എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് പോയത്. അപ്പോഴേക്കും ചേട്ടൻ പോയിട്ട് ഒരു എഗ് വാഫിൾസ് വാങ്ങിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലാണ് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗും വെക്കാം. സ്ട്രോബെറി, ചോക്ലേറ്റ്, പിന്നെ പേരറിയാത്ത എന്തൊക്കെയോ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അറിയാത്ത സാധനമൊക്കെ കുത്തി നിറച്ചിട്ട് ഞാൻ തന്നെ അവസാനം ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരുവേ. അതുകൊണ്ട് നമ്മൾ സേഫ് ആയിട്ട് ചോക്ലേറ്റ് ആയിരുന്നു ഫില്ലിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ജീവിതത്തിൽ ഇന്നേ വരെ ചായ കുടിക്കാത്ത ഞാനാ അങ്ങ് തായ്ലൻഡിലാന്ന് പറഞ്ഞപ്പോ അതും വാങ്ങിച്ചു കുടിച്ചു. തായ് ഐസ് ടീ ആയിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ ചായയിൽ കുറച്ച് ഐസ് ഒക്കെ ഇട്ടെന്ന് എങ്ങനെ ഇരിക്കും? അങ്ങനെ ഉണ്ടായിരുന്നു. അല്ല ചായ കുടിക്കാത്ത നിനക്ക് ചായയുടെ ടേസ്റ്റ് ആണെന്ന് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ അതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ മനസ്സിലായി. പിന്നെ കഷ്ടകാലം എന്ന് പറയട്ടെ മഴ പെയ്യാൻ തുടങ്ങി. മഴയത്താരാണ് ഒരു ഐസ്ക്രീം ആഗ്രഹിക്കാത്തത്? തയ്യാക്കി എന്ന് പറയുന്ന ഒരു മീൻ പോലെ ഇരിക്കുന്ന ഒരു സാധനം ഉണ്ട്. അതിൽ ശരിക്കും റെഡ് മീൻ പേസ്റ്റ് ആണ് വെക്കേണ്ടത്. എന്നിട്ട് അവരെന്നെ പറ്റിച്ച് ഐസ്ക്രീം വെച്ചങ്ങ് തന്നു. എന്നാ പിന്നെ അതെങ്കിൽ അത് എന്ന് പറഞ്ഞ് അതും കഴിക്കുകയും ചെയ്തു. അപ്പത്തെ എന്റെ ഒരു ക്യൂട്ട് പട്ടിക്കുട്ടി. പിന്നെ ഇത് ഇക്കാണെന്ന മുതലാണ് സ്റ്റിങ്കി ടോഫു. അതിന്റെ മണം ഒരു രക്ഷയില്ല. അതുകൊണ്ട് അടുത്ത് പോലും നിൽക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടുള്ളത്. പക്ഷെ കഴിക്കാൻ ടേസ്റ്റ് ആയിട്ട് എനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നില്ല. എങ്ങാനും ടേസ്റ്റില്ല ഞാൻ പെട്ടു. അതുകൊണ്ട് നമ്മൾ ആ വഴി അങ്ങ് പോയി ബീഫ് സ്ക്യൂവേഴ്സ് വാങ്ങി. എനിക്കാണ് നോൺ വെജിനേക്കാളും താല്പര്യം മധുരമാണ്. പാവൻ ചേട്ടനാണ് എന്റെ കൂടെ നടന്ന മധുരം എല്ലാം കഴിച്ച് വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് കഴിച്ചതിൽ ആകെ കൊള്ളാന്ന് പറഞ്ഞത് ആ സ്ക്യൂവേഴ്സ് ആണ്. അങ്ങനെ എന്തായാലും വിചാരിച്ചൊന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും വിചാരിക്കാത്തതൊക്കെ കഴിച്ചിട്ടായിരുന്നു വീട്ടിൽ പോയത്.